വേണു എന്തുണ്ട്? സുഖല്ലേ? പിന്നെ നമുക്ക് കാണാം, എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വേണു, നമുക്ക് ചോദിച്ചും പറഞ്ഞും പോകാമെന്നേ. എന്താ വേണു? നമസ്കാരം. നമസ്കാരം. മന്ത്രിമാരായ കെ.ടി. ജലീലും കടകംപള്ളിയും ഇടയ്ക്കിടെ UAE കോൺസുലേറ്റിൽ കയറി ഇറങ്ങിയത് എന്തിനാ? അപ്പൊ അതാണ് വാർത്ത. അപ്പൊ നമുക്ക് തോന്നുന്നത് സ്വപ്നയുടേതായിട്ട് വന്നിരിക്കുന്ന ഒരു മൊഴി, ആ മൊഴി ഇങ്ങനെ കാണ്ടമായിട്ടാണ് ഇവരിങ്ങനെ ഇറക്കുന്നത്. അതായത് ആദ്യം ഒരു ദിവസം ഇറക്കും, അതിനെപ്പറ്റി ഒരു 10 ദിവസം ചർച്ച ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് ഒരു കാണ്ടം ഇറക്കും, വീണ്ടും 10 ദിവസം ചർച്ച ചെയ്യും. ഇതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മുന്നോട്ട് പോകുന്ന വഴിക്ക് സർക്കാരിന് ഏതെല്ലാം വഴിക്കൂടെ കുത്തിത്തിരിപ്പ്, പുകമറ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെ അടിച്ചു കയറ്റി എങ്ങനെ പോകാന്നാ പറഞ്ഞത്. ഈ 10, 120 ദിവസം പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയാണ്, വേറെ നിവൃത്തിയില്ല. 10, 100, 120 ദിവസം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതും മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഈ മൊഴി കഴിഞ്ഞ് ഫൈൻഡിങ്സ് ഉണ്ട്. ആ ഫൈൻഡിങ്സിലെ ഒരു വരി വായിക്കാൻ നിങ്ങളുടെ ഒന്നും ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് അപ്പോഴും സ്വപ്നയുടെ മൊഴി മാത്രം മതി. അതല്ലാതെ ആ മൊഴി അനലൈസ് ചെയ്തെടുത്ത ഫൈൻഡിങ്സ് വേണ്ട. സ്വപ്നയുടെ മൊഴിയിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താവാ, ഈ മന്ത്രിമാര് പിന്നെ അവിടെ കയറി ഇറങ്ങിയത്രേ. എത്ര തവണ കയറി ഇറങ്ങി എന്ന് പറയുന്ന കേട്ടതൊന്നും രാവിലെ ഇങ്ങോട്ട് കാറുമായിട്ട് വരും, ഉടനെ എംബസിയിലോട്ട് ഇറങ്ങും. അങ്ങനെ ദിവസം 10-20 പ്രാവശ്യം കയറി ഇറങ്ങി എന്നതുപോലെയാണ് വേണുവിന്റെ കുത്തിത്തിരിപ്പ് പറയുന്നത്. എത്ര പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ടോ, എന്താണ് വിളിച്ചത്, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ നാടിനെ എങ്ങനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതില് യാതൊരു തെറ്റും നിങ്ങൾ കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ, ഈ പ്രൈം ടൈമിന്റെ ഇടയിൽ ഈ ചർച്ച കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ ആ സമയവും വിറ്റ് നിങ്ങൾക്ക് കാശുണ്ടാക്കണം. ആ കാശുണ്ടാക്കണമെങ്കിൽ ഇടതുപക്ഷ മാങ്ങയുള്ള മാവേ തന്നെ കല്ലെറിയണം. അപ്പൊ അത് എറിഞ്ഞാൽ മാത്രമേ ഈ മൊട്ടത്തലയായിട്ടുള്ള വേണുവിനും വല്ലതും ഒക്കെ ദമ്പടി കിട്ടത്തുള്ളൂ. ആ പോയി വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അരിയും കറിയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശ് കിട്ടത്തുള്ളൂ. അതിനാണ് ഈ വന്നിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അവർക്ക് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ വേണു ആലോചിച്ചോണം, ഈ കള്ളത്തരവും പൊള്ളത്തരവും കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയെടുത്ത കാശ് കൊണ്ടാ വീട്ടിലിരിക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തെന്നുള്ള ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് ചർച്ച പോട്ടെ, നമുക്ക് ചോദിച്ചും പറഞ്ഞും പോകാൻ വേണു. സ്വപ്നയും സരിത്തും ഇഡിക്ക് നൽകിയ മൊഴി പുറത്തു വരുമ്പോൾ അതാണ് അതായത് സ്വപ്നയും സരിത്തും ഇഡിക്ക് കൊടുത്ത മൊഴി, ആ മൊഴിയുമായിട്ട് അനുബന്ധിച്ച് വന്ന ഫൈൻഡിങ്സ് ഞങ്ങൾ നോക്കത്തില്ല. അതൊന്നും ഞങ്ങൾക്ക് കാണേണ്ട കാര്യമേ ഇല്ല. ചോദ്യമാണ് അത്. കോൺസുലേറ്റിൽ മന്ത്രിമാർക്ക് എന്ത് കാര്യം? കോൺസുലേറ്റിൽ മന്ത്രിമാർക്ക് എന്ത് കാര്യം? അത് ശരി, ഓക്കെ. സ്വന്തം കാര്യം എന്ന ഉത്തരമാണ് മൊഴികളിൽ നിന്നും തെളിയും. ഏതാണ് ഈ സ്വന്തം കാര്യം? അന്ന് കേക്കട്ടെ. ജലീൽ പറഞ്ഞത് റമദാൻ കിറ്റ് വിതരണത്തിന് കോൺസുലേറ്റ് തന്നെ ബന്ധപ്പെട്ടു എന്നാണ്. റമദാൻ കിറ്റ് വിതരണത്തിന് പിന്നെ മന്ത്രിയെ ബന്ധപ്പെട്ടു എന്നാണ് മന്ത്രി ശ്രീ ജലീൽ പറഞ്ഞത് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. കേട്ടോണേ, ആ വാചകം കേട്ടോണം. അടുത്തത്. എന്നാൽ കോവിഡ് കാലത്ത് മന്ത്രി തിരിച്ച് ഭക്ഷ്യക്കിറ്റിനായി ബന്ധപ്പെട്ട കാര്യം ഇതുവരെ പുറം ലോകം അറിഞ്ഞു. ശരി, അതായത് നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ നേരെ ട്വിസ്റ്റ്, വേറെ വാചകമായി, അതിന്റെ ഓപ്പോസിറ്റ് ആയി. ആദ്യം പറഞ്ഞത് മന്ത്രി പറഞ്ഞത് ഈ റംദാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിറ്റ് വിതരണം ചെയ്തു. ഓക്കെ, ആ വിതരണത്തിനായിട്ട് ബന്ധപ്പെട്ടു. അപ്പം ഈ രണ്ടാമത്തെ വാചകം കോവിഡുമായിട്ട് മന്ത്രി അങ്ങോട്ട് ബന്ധപ്പെട്ടു എന്നാണ് വേണു പറയുന്നത്. സ്വപ്നയുടെ മൊഴി വരുന്നത് വരെ അതാണ്. അപ്പൊ അത് അങ്ങോട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല, സ്വപ്നയുടെ മൊഴി വരുന്നത് വരെ. അതൊന്ന് കേട്ടോണേ. മന്ത്രി ആ ആവശ്യത്തിന് അങ്ങോട്ടാണ് വിളിച്ചതെന്ന് സ്വപ്ന പറയുന്നു. കോവിഡ് കാലത്ത് സ്വന്തം മണ്ഡലത്തിൽ കൊടുക്കാൻ 1000 കിറ്റ് വേണം എന്നായിരുന്നു ജലീലിന്റെ ആവശ്യം. കോൺസുലേറ്റിൽ ജലീൽ ഒരാളെ തിരികെ കയറ്റുന്ന അവിടെ നിൽക്കട്ടെ, ആദ്യം ഇവിടെ പറയാം. അതായത് ഇതിലെ ആദ്യത്തെ ദിവസം ശ്രീ ജലീൽ ഇതിനെപ്പറ്റി ആരോപണം വന്നപ്പോ ആദ്യത്തെ ദിവസം അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹം വിളിച്ചിരുന്നു, ഖുറാൻ കൊടുക്കാനുണ്ടെന്ന കാര്യം പറഞ്ഞു, പിന്നെ ഈ കിറ്റ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് കിറ്റ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞപ്പം അത് ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് വെച്ചാൽ സ്വപ്നയെ കോൺടാക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അന്നേ പറഞ്ഞിട്ടില്ലേ മിസ്റ്റർ വേണു? നിങ്ങളുടെ തലയ്ക്കകത്ത് ആ ഓർമ്മയില്ലെങ്കിൽ അൽഷിമേഴ്സിന്റെ എന്തെങ്കിലും ടെസ്റ്റ് പോയി നിങ്ങൾ എടുക്കണം. അന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സ്വപ്നയെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് വേണു, നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, അതുകൊണ്ടാണല്ലോ വീട്ടിൽ പച്ചരി വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോ ഇതാണ് അവിടെ വന്നത്. അതായത് മന്ത്രി പിന്നെ കൗൺസിലേറ്റ് ജനറൽ മന്ത്രിയെ വിളിക്കുന്നു, ഇങ്ങനെ ഖുറാൻ വിതരണവുമായിട്ടും കിറ്റ് വിതരണവുമായിട്ട്, റംദാൻ പ്രമാണിച്ചുള്ള കിറ്റ് വിതരണവുമായിട്ട് മന്ത്രിയോട് സംസാരിക്കുന്നു. മന്ത്രി ചോദിക്കുന്നു ആരുടെ അടുത്താണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സ്വപ്നയോട് കോൺടാക്ട് ചെയ്യാൻ പറയുന്നു. മന്ത്രി സ്വപ്നയെ വിളിക്കുന്നു. അത് എത്രയോ സെക്കൻഡ് നിന്നതായിട്ടാണ് അന്നത്തെ അറിവ്. എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? മന്ത്രി വിളിച്ചതായിട്ട് അറിവേ ഇല്ലായിരുന്നു പോലും. സത്യം പറയാം, ഈ പച്ചരി കുറച്ച് കൊടുത്തിട്ട് ആ പച്ചരി വാങ്ങിക്കുന്നതിന്റെ പിന്നെ ഇതിലും ഭേദം വേണോ? ഇത് ഇങ്ങനെ പറഞ്ഞ ആ പച്ചരി വാങ്ങിക്കുന്നതിലും ഭേദം പണി വേറെയാണ് വേണു. ബാക്കി
കയറ്റാൻ നോക്കിയ കാര്യവും മൊഴിയിലുണ്ട്. ഒരാളെ തിരികെ കയറ്റാൻ നോക്കിയതാ UAE കൗൺസിലേറ്റില് മന്ത്രി ആരെയോ തിരികെ കയറ്റാൻ നോക്കിയത്രേ. അത് നമുക്ക് നിൽക്കട്ടെ. അതിനുള്ള മറുപടി ഇന്ന് തന്നെ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹം ആരാണെന്നും ആരുടെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റോ ആരോ ആ നേതാവായിട്ടുള്ള ഏതോ തങ്ങള് പാണക്കാട്ടെ ഏതോ തങ്ങളിന്റെ 9 വർഷമായ സെക്രട്ടറി ആണെന്നും ഇദ്ദേഹം ഭാഷാ പണ്ഡിതനാണെന്നും PhD ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവിടെ ദ്വിഭാഷിയായിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ടായിരുന്നെന്നും ആ വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഈ മനുഷ്യനെ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞത്. അതിൽ എന്താ തെറ്റ് വേണോ? എന്താ തെറ്റ്? ഇത് വേണു തന്നെ എത്രയോ വേണുവിന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രിമാരുടെ അടുത്ത് പോയി കാണത്തില്ലേ? അവിടെ ഒന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അതിനകത്ത് തെറ്റെങ്ങനെ പറയാൻ കഴിയും? ഒരു പാവപ്പെട്ട മനുഷ്യന് അവിടെ ദ്വിഭാഷിയുടെ ഒരു വേക്കൻസി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇത് നോക്കുന്നെങ്കിൽ നോക്കൂ. അല്ലാതെ നിങ്ങൾ ഇയാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അയാളെ അപ്പോയിന്റ് ചെയ്യണം. കോൺഗ്രസിന്റെ ഗുരുവായൂർ മണ്ഡലത്തിന്റെ ഏതോ ഒരു ആള്, അവിടുത്തെ ചാർജുള്ള ആള്, അതായത് അതിന്റെ ഭാരവാഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കോൺഗ്രസിന്റെ മനുഷ്യൻ ഈ എംബസിയിൽ വർക്ക് ചെയ്തിട്ടില്ലേ? അയാൾക്ക് എങ്ങനെ അവിടെ ജോലി കിട്ടി? അയാളുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, അത് ഞാൻ കണ്ടിട്ട് അടുത്ത പ്രാവശ്യം പറയാം. വന്നിട്ടില്ലേ ആ കോൺഗ്രസ്സുകാരൻ? ആര് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട് അവിടെ പിന്നെ ഈ ഗുരുവായൂർ നടക്കുന്നുണ്ടല്ലോ, അയാൾ എങ്ങനെയാണ് അവിടെ കയറിയത്? അപ്പം അയാൾക്ക് ആരാ അവിടെ വാങ്ങിച്ചു കൊടുത്തത് നേരത്തെ പണ്ട്? അപ്പൊ ഇതൊക്കെ അതാത് സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതൊരു കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമാണ്. അതൊരു എന്താ പറയാ, നമ്മൾ ഒരു ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് ഈ പാവപ്പെട്ട മനുഷ്യനൊന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ എവിടെയാണ് തെറ്റ് പറയാൻ പറ്റുക? ഈ പാവങ്ങൾക്ക് കിറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റുന്നത് എങ്ങനെയാ? കിറ്റ് വാങ്ങിച്ച അങ്ങോട്ട് പറയുമ്പോൾ ആരോട് ചോദിക്കണമെന്ന് പറയുന്നു? സ്വപ്നയോട് ചോദിക്കൂ എന്ന് പറയുന്നു. അങ്ങനെയല്ലേ വിളിച്ചത്? അപ്പൊ എന്തുമാത്രം കുത്തിത്തിരിപ്പും കള്ളത്തരവും പുകയടിയാണ് വേണു നിങ്ങൾ ഉണ്ടാക്കുന്നത്? കടകംപള്ളിയെ കുറിച്ച് പറഞ്ഞത് സരിത്താണ്. സരിത്ത് സ്വപ്നയല്ല പറഞ്ഞ കേട്ടാ, സരിത്താണ് പറഞ്ഞത്. കടകംപള്ളി എന്താണ് കടകംപള്ളി പറഞ്ഞത്? അത്ര മകന്റെ വിദേശ ജോലിക്കായി കടകംപള്ളി കോൺസുലേറ്റിനെ സമീപിച്ചെന്നാണ് മൊഴി. മകന്റെ വിദേശ ജോലിക്കായിട്ട് കോൺസുലേറ്റ് മൊഴി, ഫൈൻഡിങ്സ് അല്ല, മൊഴി. അങ്ങനെ ഒരു ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ഈ പറഞ്ഞ ഏജൻസി വിളിച്ച് ചോദിച്ചില്ല ഇത് സത്യമാണോ ഇല്ലയോ എന്ന്? അപ്പൊ അതിനൊരു വിലയുമില്ല എന്നല്ലേ അർത്ഥം? മകൻ ഖത്തറിലാണെന്നാണ് കടകംപള്ളിയുടെ വിശദീകരണം. അത് ശരി, അത് നന്നായി. അത് ഖത്തറിലെ ജോലിക്കായിട്ട് UAE എംബസിയായിട്ട് ബന്ധപ്പെട്ടു. അത് ഭയങ്കര സംഭവമായിപ്പോയി. ഖത്തറും UAE തമ്മിൽ ഇപ്പൊ നല്ല ബന്ധത്തിലും കൂടിയാണ്. എന്തായാലും അത് കൊള്ളാം. ശരി. പ്രതികളുടെ വെളിപ്പെടുത്തൽ വരുന്നതുവരെ മന്ത്രിമാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ശരി, പ്രതികളുടെ മൊഴി വരുന്നത് വരെ മന്ത്രിമാർ മൗനം പാലിച്ചു. ഇതിനകത്ത് എന്താ മൗനം പാലിക്കേണ്ട കാര്യം? അവിടെ എന്തെങ്കിലും കാര്യത്തിന് ചോദിച്ചതിന് രാവിലെ എണീറ്റ് പത്രസമ്മേളനം നടത്തി പറയണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയണോ? അല്ലെങ്കിൽ ഇവിടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് വേണമെങ്കിൽ ഇവരുടെ അന്വേഷിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ ശ്രീ ജലീലിന്റെ അടുത്ത് കാര്യം ചോദിച്ചത്? അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ കടകംപള്ളിയുടെ അത് ചോദിക്കാത്തത്? അപ്പൊ ഏതുവരെ മിണ്ടാതിരുന്നു എന്ന് പറയുന്ന കേട്ടാത്തൊന്നും ഇവരെന്തോ കുറ്റകരമായി ഒളിച്ചിരുന്നു എന്നാണല്ലോ. അത് വരുത്തി തീർക്കണം. എന്നാലല്ലേ വീട്ടിലെ മറ്റേ പച്ചരി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പണിയെടുക്കാൻ അറിയാം നിങ്ങൾക്കൊക്കെ? ഈ കുത്തിത്തീർപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും പണിയെടുക്കാൻ, മെയ് അടങ്ങി പണിയെടുക്കാൻ വല്ല അറിയാമോ നിങ്ങളെ കൊണ്ട്? നെ ചുറ്റിപ്പറ്റി കേൾക്കുന്ന ദുരൂഹതകളിലേക്ക് മന്ത്രിമാരുടെ പേരുകൾ കൂടി കടന്നു വരുന്നത് ഇനി എല്ലാം കഴിഞ്ഞു കേട്ടോ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. സ്വർണ്ണക്കള്ളക്കടത്തിനായിട്ടും ഇവര് 120 ദിവസം തെരഞ്ഞു പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ല 10 കിലോമീറ്റർ ചുറ്റളവിൽ പോലും എത്താൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പൊ മന്ത്രിമാരെയും കൂടെ പിടിച്ചിട്ട് എന്തെങ്കിലും കൂടെ പച്ചരി വാങ്ങിക്കാൻ നീട്ടാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അത് കൊള്ളാം. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യങ്ങളാണ്. മന്ത്രിമാർക്ക് മറയ്ക്കാനുണ്ടോ? മന്ത്രിമാർക്ക് മറക്കാനുണ്ടോ എന്നുള്ളതാണ് ഇയാൾ അന്വേഷിക്കാൻ പോകുന്നത്. എന്നാടാ ഈ പറയുന്നേ? മന്ത്രിമാർക്ക് മറയ്ക്കുന്നതിന്റെ കാര്യമാണ് നിങ്ങൾ. മന്ത്രിമാരെ നല്ലോണം മറച്ചിട്ടാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നടക്കുന്നത്. നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് നടക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മറയ്ക്കാൻ, അത് മറയ്ക്കാൻ ഉണ്ട് ഒരുപാട്. ഈ ജനങ്ങളുടെ മുന്നിൽ ഈ സത്യത്തെ മറയ്ക്കാനുണ്ട്. ആ സത്യത്തെ മറയ്ക്കാനാണല്ലോ വൈകുന്നേരം 7 മണിക്ക് ഈ കോട്ട് വിട്ടുകൊണ്ട് വന്നിട്ട് ഈ അഭ്യാസം കാണിക്കുന്നത്. പച്ചരി വീട്ടിൽ വാങ്ങിച്ചു കൊടുത്ത് കഞ്ഞി വെച്ച് കുഞ്ഞുങ്ങളുടെ വായിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആലോചിക്കണം എന്തെല്ലാം കുത്തിത്തിരിപ്പം പുകമറ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ച് ഈ പാവങ്ങളുടെ അണ്ണാക്കിലോട്ട് കയറ്റുന്നതെന്ന് ആലോചിക്കണം ആദ്യം. നാണവും വേറെ വല്ല പണിയെല്ലാം ചെയ്യാൻ നോക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെങ്ങനെയാ പണി ചെയ്യേണ്ടത്? ഇന്ന് എന്തെല്ലാം വാർത്തകൾ ഉണ്ടായിരുന്നു. CBI ഹൈക്കോടതി കരണം വഹിച്ചു കൊടുത്തത് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അനിൽ അക്കരയ്ക്ക് കിട്ടിയ ചെവുക്കുറ്റി പച്ച മടലിന് വെട്ടിയിട്ട് ഓടിച്ചിട്ടടി. അതിന്ന് ചർച്ചയുണ്ടോ? ചർച്ചയ്ക്കില്ലല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി രൂപ കിട്ടിയത്, KPCCക്ക് 2 കോടി രൂപ കിട്ടിയത്, ശിവകുമാറിന് 25 ലക്ഷം കിട്ടിയത്, ബാബുവിന് 50 ലക്ഷം കിട്ടിയത് ചർച്ചയുണ്ടോ? ചർച്ചയില്ല. ഇതൊന്നും നിങ്ങൾക്ക് ചർച്ചയില്ല.
ഇതൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. സ്വപ്നയുടെ മൊഴിയുടെ ഏതോ ഭാഗം എടുത്തോണ്ട് വന്ന് അതിനകത്ത് ഫൈൻഡിങ്സിലും പറയാത്ത ഒരു സാധനം എടുത്തോണ്ട് വന്ന് ഇമാതിരിയുള്ള നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വികസന പ്രവർത്തനങ്ങളാവട്ടെ, ഈ നടക്കുന്ന കാര്യങ്ങളാവട്ടെ, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് പോസിറ്റീവായി പ്രൊഡക്റ്റീവായിട്ട് ഒരു ചർച്ച നടത്താൻ കഴിയാത്ത നിങ്ങളൊക്കെയാണോ വേണു മാധ്യമപ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാതൃഭൂമി? ഇതിനൊക്കെ ചെയ്യേണ്ടത് ജനം പച്ചമടൽ വെട്ടുന്നത് വരേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ഈ അഭ്യാസം, ഈ പച്ചരി വാങ്ങിക്കേണ്ട ഈ അഭ്യാസം.